പാർട്ടിയിൽ മറ്റുള്ളവർക്ക് ഇങ്ങനെ കണ്ട് പേടി സർക്കാരിന് മരുമനെ മുഖ്യമന്ത്രിയാക്കും. പുള്ളിയുടെ ഒരു ഈഗോ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറെ ഒന്നുമല്ല, പുള്ളിക്ക് ഏകാധിപത്യം എന്നുള്ള ഒരു ധാരണ കാണുമായിരിക്കും. പ്രധാനമന്ത്രിക്ക് വയസ്സ് കൂടുതലായില്ലേ? CPM-ന്റെ തലപ്പത്തുള്ള നേതാവാണല്ലോ അയാൾ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല. എനിക്ക് ഇനി അയാൾ നിൽക്കൂലല്ലോ, നിൽക്കാനുള്ള ഇത് വോയിസില്ലല്ലോ. നമസ്കാരം. അടുത്ത തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി. അടുത്ത തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് CPM ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൻനിർത്തിയാണ് അവർ അവരുടെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇതേ CPM ആയിരുന്നു ഒരിക്കൽ അവരുടെ പ്രായപരിധി 75 വയസ്സാക്കിയതും. മാത്രമല്ല 2 ടേമിൽ മത്സരിച്ചവർ ഇനി മാറി പുതുമുഖങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞതും. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഈ 2 കാര്യങ്ങളും പിണറായി വിജയന് മാത്രം ബാധകമല്ലാത്തത്? ജനങ്ങളോട് തന്നെ ഈ ഒരു അഭിപ്രായം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. CPM പിണറായി വിജയനെ മുൻനിർത്തിയാണ് ഇലക്ഷൻ ഒരുങ്ങുന്നത്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് CPM പറഞ്ഞിരുന്നു ഞങ്ങൾ ഒരു 75 വയസ്സ് പ്രായപരിധി വെച്ചിട്ടുണ്ട്, പിന്നെ 2 ടേമിൽ മത്സരിച്ച് കഴിഞ്ഞാൽ 3ാമത് സ്ഥാനം ഒഴിയണമെന്നൊക്കെ. പക്ഷെ പിണറായി വിജയന് മാത്രം ആ ഒരു സംഭവം ബാധകമല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് മാറിയേ പറ്റുള്ളൂ, ഇല്ല മാറ്റണം. അങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? ഒരു നിയമം ഉണ്ടെങ്കിൽ മാറ്റിയേ പറ്റുള്ളൂ. പാർട്ടിയിലെ എല്ലാവർക്കും അത് ബാധകം തന്നെയാണല്ലോ. ഇനി 3ാമതും ഇടത് സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാവരും അവരെ എല്ലാ പാർട്ടിക്കാരെന്നെ വെറുത്തിരിക്കുകയാണ്. അപ്പൊ പൊതുജനങ്ങളുടെ കാര്യം പറയേണ്ടതില്ല. പത്രത്തിൽ ഉണ്ടായിരുന്നു, ഇന്നലത്തെ പത്രത്തിൽ എന്തിനാ ഉണ്ടായിരുന്നു. പാർട്ടിക്കാരൊക്കെ എന്നെ മടുത്തെന്നാണ് പറയുന്നത്. മടുത്തെന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങളുടെ അഭിപ്രായത്തിൽ ഇനി ആര് നമ്മുടെ കേരളം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? അത് പറയാൻ പറ്റില്ല. എന്തായാലും ഭരണം മാറുന്നത് നല്ലതെന്ന അഭിപ്രായം തന്നെയാണ്. മാറിയാൽ മാത്രം പോരാ. ഇവിടെ ഒന്നാമത് പട്ടിശല്യം, മൃഗശല്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. പാവം അവരെ കടിച്ച് കൊച്ചു കുട്ടികളെയൊക്കെ കടിച്ചെടുത്തോണ്ട് പോണ്. മന്ത്രിമാരെ സ്വന്തത്തിൽ ആരെങ്കിലും കുട്ടികളെ കടിച്ചുകൊണ്ടൊക്കെ പോയാലേ അവരൊക്കെ അതിൻ്റെ വേദന അറിയാൻ പറ്റും. പാവങ്ങളാണ്, അവരെ രക്ഷപ്പെടുത്തിയാൽ മതി. നമ്മളിതെങ്കിലും ചെയ്ത് ജീവിക്കും. ജനങ്ങളുടെ കാര്യം നോക്കുന്ന ഭരണം വരട്ടെ. പാവപ്പെട്ടവരെ നോക്കുക. മനുഷ്യർക്ക് എന്തിനാണ് ശല്യമായിട്ടുള്ള അതിനുള്ള പരിഹാരം ഉണ്ടാകും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാർട്ടിയിൽ മറ്റുള്ളവർക്ക് ഇങ്ങനെ കണ്ട് പേടി. അതുകൊണ്ടാണ്. അല്ല പിന്നെ വേറെ ഇങ്ങനെ എതിർത്ത് പാർട്ടിക്കകത്ത് സംസാരിക്കാൻ ഇന്ന് ആരും ഇല്ല. ഇങ്ങനെ എന്ത് പറയണം അത് തന്നെ അവിടെ പാർട്ടിയിൽ നടക്കണതല്ല. എന്തായാലും അത് DYFI ആയാലും ഇതായാലും ശരി, അതിലായാലും ഇങ്ങനെ പറയണതാണ്. അതിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ല. അപ്പൊ പിന്നെ 3ാമതും ഈ സർക്കാർ തന്നെ വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അയ്യോ എങ്ങനെയും പെട്ടെന്ന് ഇറങ്ങി തന്നാൽ മതി എന്നുള്ളതാണ്. ഏത് പാർട്ടി വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം അങ്ങനെയല്ലേ, ഏത് പാർട്ടി വന്നാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം, ഏതെങ്കിലും പറഞ്ഞു എന്നുള്ളത്. ഈ പാർട്ടി വേണ്ടാന്ന് തന്നെയാണ്. ഈ പാർട്ടിയാണ്. എന്നാൽ 2 പ്രാവശ്യം 2 ടേം നമ്മുടെ ഇന്ന് അനുഭവിക്കുകയല്ലേ ഓരോ കാര്യങ്ങളും. അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ മഴയും വെള്ളപ്പൊക്കം, ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭൂകമ്പം. എന്തോന്നു ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് CPM-ന്റെ നേതാവായോണ്ടാണ്, മുതിർന്ന നേതാവാണ്. പക്ഷെ ഇപ്പൊ ഒരു നിയമം CPM-ൽ പറയുമ്പോൾ അതെല്ലാവർക്കും ബാധകമുള്ള കാര്യമല്ലേ? അടുത്ത ബാധകമാവും. ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ 3ാമതും ഇതേ സർക്കാർ തന്നെ ഇനി കേരളത്തിൽ വരും? ചേട്ടൻ വരണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടായിട്ടാ? പാർട്ടിക്കാരനായതുകൊണ്ട് മാത്രമല്ല, നല്ല ഭരണമാണ്. പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. 600-ൽ നിന്ന് 1600 പെൻഷനായി. അതെല്ലാം കൊണ്ട് തന്നെ വരണുണ്ട്. പിണറായി വിജയന് 80 വയസ്സായിരിക്കുകയാണ്. 75 വയസ്സാണ് അവർ പറയുന്ന പ്രായപരിധി. ഇപ്പം G സുധാകരനായിരുന്നാലും തോമസ് ഐസക് ആയിരുന്നാൽ പോലും പ്രായപരിധിയുടെ പേരിലാണ് അവരെ മാറ്റി നിർത്തിയിരിക്കുന്നത്. പിണറായി വിജയന് മാത്രം എന്തുകൊണ്ട് അത് ബാധകമല്ലാത്തത്? സർക്കാരിന് മരുമനെ മുഖ്യമന്ത്രിയാക്കും. ഒരാളെ നിയമിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ മനസ്സിൽ. പക്ഷേ പുള്ളിക്കാരൻ ഒരു പ്രാവശ്യം മന്ത്രിയായിട്ടുള്ളൂ. അങ്ങനെയല്ലല്ലോ. ഇപ്പം മുഹമ്മദ് റിയാസ് ഒറ്റ ടേം മാത്രമാണ് ഇപ്പം മന്ത്രിയായിട്ടുള്ളത്. അതിനെക്കാട്ടി സീനിയർ ആയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കല്ലേ അവസരം കൊടുക്കേണ്ടത്? അങ്ങനെയാണ് അങ്കിൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇവര് തന്നെ വരണം? എന്തുകൊണ്ടോ 5 കാരണങ്ങൾ പറയാം. 5 കാരണങ്ങൾ പറയാം. തേങ്ങയ്ക്ക് വെളിച്ചെണ്ണയ്ക്കൊക്കെ സാധനത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ തന്നെ. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ? ശരിയല്ലേ? 200 രൂപ കിടന്ന എണ്ണ ഇന്ന് എത്ര? 550 രൂപ. തേങ്ങയ്ക്ക് 80 രൂപ. ഇതൊക്കെ നമ്മൾ പാവപ്പെട്ടവൻ ചെയ്യും. ഈ ഓട്ടോറിക്ഷയോടെ ജീവിക്കാൻ പറ്റുമോ? പ്രായം വരുന്നതുകൊണ്ട് ഇപ്പം പിണറായി തലമുറയും വരട്ടെ എന്ന് പുള്ളി ഉദ്ദേശിക്കുന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ ഉദ്ദേശിച്ചത്. പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കണം തീർച്ചയായിട്ടും. മാത്രമായിരിക്കും ഇങ്ങനെ ഒരു അഭിപ്രായം പുള്ളിയുടെ മനസ്സിൽ നിന്ന് വന്നതായിരിക്കും.
പക്ഷേ പിണറായി വിജയൻ അത് ബാധകമല്ലല്ലോ. പിണറായിക്ക് ഇപ്പൊ 80 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം മാത്രം എന്തുകൊണ്ടായിരിക്കും പുതിയ മുഖങ്ങൾക്ക് അവസരം വരട്ടെ, പുള്ളി എന്തുകൊണ്ടായിരിക്കും മാറിക്കൊടുക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും? പുള്ളിയുടെ ഒരു ഈഗോ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറെ ഒന്നുമല്ല, പുള്ളിക്ക് ഏകാധിപത്യം എന്നുള്ള ഒരു ധാരണ കാണുമായിരിക്കും. അത് പക്ഷെ ശരിയല്ലല്ലോ. ഒരു നിയമം ഇപ്പം പറയുമ്പോൾ പാർട്ടിയിലെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണ്ടേ? താങ്കളിപ്പം മൂന്നാമതും അവര് വരണമെന്നുള്ള ലക്ഷ്യത്തോടെയാണല്ലോ വരുന്നത്. മൂന്നാമത് ഇടത് സർക്കാർ തന്നെ വരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാകും 100% വിശ്വാസത്തിൽ ഇരിക്കുന്നു. പിന്നെ ജനങ്ങളുടെ കയ്യിലാണ് ഇതെല്ലാം എല്ലാം ഇരിക്കുന്നത്. പക്ഷെ പിണറായി വിജയന് 80 വയസ്സായിട്ടുണ്ട്. പക്ഷെ പിണറായി വിജയന് മാത്രം അത് ബാധകമല്ല. എന്തുകൊണ്ടായിരിക്കും ചേച്ചി? ഞാൻ എന്തോന്ന് പറയാ, ചേച്ചിക്ക് എന്ത് തോന്നുന്നു? ഇപ്പം ഒരു പാർട്ടിയിലെന്ന് പറയുമ്പോ എല്ലാവരും ഒരുപോലെയല്ലേ? പിണറായി വിജയന് മാത്രം എന്തുകൊണ്ടായിരിക്കും? അത് ശരിയല്ല, എല്ലാവർക്കും മാറി മാറി വന്ന് ഭരിക്കണമല്ലോ, അതൊരു ഇത് തന്നെ പറയണ. ചേച്ചി അവര് തന്നെ മൂന്നാമതും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയല്ല, മാറി വരണമെന്ന് തന്നെ ആഗ്രഹിക്കും. മാറി വരണമെന്ന് തന്നെ. മാറി വന്നു കഴിഞ്ഞാൽ ഏത് പാർട്ടി വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ഏതായിരുന്നാലും നമുക്ക് ഏത് വന്നാലും അവരെ കൂടെ സഹകരിക്കുക, അത്രയേ ഉള്ളൂ. വർഷമായിട്ട് ഇടത് സർക്കാരാണല്ലോ ഭരിക്കുന്നത്. വീണ്ടും അവരുടെ ഭരണം തന്നെ ആന്റി ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം പെൻഷൻ ഇട്ട് തേങ്ങയില്ല. എന്തൊരു വോട്ടിടാൻ പോണത്? എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 9 കൊല്ലമായി. 9 കൊല്ലത്തിനിടയിൽ ഇന്നുവരായിട്ട് ഞാൻ വോട്ടിട്ടില്ല. എന്നുവെച്ചാൽ ഇപ്പം ഭരിക്കണം അങ്ങനെയുള്ള ഇപ്പം വോട്ടിടാൻ പോണില്ല. ഇവരുടെ ഈ ഒരു ഭരണം മാറണമെന്ന് തന്നെയാണോ? ഇവന്റെ മാറ്റലേ ഒക്കെ ഉള്ള പ്രധാനമന്ത്രിക്ക് വയസ്സ് 70 കൂടുതലായില്ലേ? അല്ല, അങ്കിളിന്റെ അഭിപ്രായത്തിൽ എന്താ? ഇപ്പൊ അവരൊരു നിയമം കൊണ്ടുവരുമ്പോ പാർട്ടിയിലെ ഇപ്പൊ മുഖ്യമന്ത്രി ആയിരുന്നാൽ പോലും എല്ലാവർക്കും ബാധകമാകേണ്ടതല്ലേ? പിന്നെ എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയന് മാത്രം ഒരു ഇളവ് കൊടുക്കാത്തത്? അങ്കിളിന്റെ അഭിപ്രായത്തിൽ എന്താണ്? ഇടത് സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. മറ്റേ ഗവൺമെന്റിനെ പോലെ കൈയിട്ട് വരണമൊന്നും ചെയ്യുന്നില്ല. എല്ലാം പോകുന്നു. അടുത്ത വർഷം ഇവര് തന്നെ വരണമെന്ന് തന്നെയാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ഒരു മാറണമെന്നാണ്. രണ്ടിലായില്ലേ, ഒരാൾ പുതിയ ആൾ വരണതാണ് നല്ലത്. മാറുന്ന ഭരണവും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ പിണറായി വിജയന് 75 മുകളിലായതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം അല്ലേ? അത് ഇങ്ങനെ അറിയാം, അത് പാർട്ടിയിലൂടെ ചോദിച്ചാലല്ലേ. അല്ല, ഇപ്പം പാർട്ടിയിൽ ഇപ്പൊ ഒരു നിയമം കൊണ്ടുവരുമ്പോ പാർട്ടിയിൽ എല്ലാവർക്കും അത് ബാധകമാണ്. അത് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ ചിലപ്പം. എന്തുകൊണ്ടായിരിക്കും അവര് പിണറായിക്ക് മാത്രം ഒരു ഇളവ് കൊടുക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും പിണറായിക്ക് മാത്രം ഇളവ് കൊടുക്കണ ആര്? അതിനോട് യോജിക്കുന്നുണ്ടോ ചേട്ടൻ? അതിനോട് ഞാൻ യോജിക്കണില്ല. ഇല്ല, എല്ലാവരെയും ഒരുപോലെ തന്നെ ഒരു പാർട്ടി നിയമം വന്നാൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ചേട്ടാ, മൂന്നാമതും ഇടത് സർക്കാർ തന്നെ ഭരണത്തിലേറുമെന്ന് കരുതുന്നുണ്ടോ? അതും ഒന്നും പറയാൻ പറ്റൂല, കാരണം പാർട്ടി തന്നെ ചേരി തിരിഞ്ഞുള്ള പ്രവർത്തനമാകുമ്പോഴേ അതും അറിഞ്ഞൂടാ. അറിയില്ല. CPM-ന്റെ തലപ്പത്തിലുള്ള നേതാവാണല്ലോ അയാൾ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല. പക്ഷെ CPM-ൽ ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് പാർട്ടിയിലെ എല്ലാവർക്കും ബാധകമായിരിക്കില്ലേ? അത് എല്ലാവർക്കും ബാധകമൊന്നുമില്ല. അല്ല, ബാധകം എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ബാധകമുള്ളൂ. അങ്ങേരെ എന്ന് പറഞ്ഞാൽ തലമൂത്ത അപ്പനാണ്. അങ്ങേരൊക്കെ ഇതൊന്നും ബാധകമല്ല. പക്ഷെ നമ്മളെ തോമസ് ഐസക് ആയിരുന്നാലും ജി സുധാകരനായിരുന്നാലും അവരെല്ലാം മാറ്റി നിർത്തിയല്ലോ. പ്രായപരിധി പറഞ്ഞാണ് മാറ്റി നിർത്തിയത്. എന്നെ പറഞ്ഞേ അവരെല്ലാം മാറ്റി നിർത്തി. പിണറായിക്കപ്പുറം വേറൊരാളില്ല. ഇല്ല, പാർട്ടി അതപ്പതിച്ചു പോയി. PS അച്യുതാനന്ദന്റെ കാലം വരെ അങ്ങേരുണ്ടായിരുന്നു. അയാളെ മൂലക്കിരുത്തിയില്ലേ ഇവര്? മൂലക്കിരുത്തി. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവർക്ക് ഇനി ഭാവിയില്ല. ഇവർക്ക് ഭാവിയില്ല. ഈ ഭാവി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യൂലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇല്ലതെല്ലാം ഒന്നിച്ച് പോക്കറ്റിലാക്കണം എന്നുള്ള വിചാരം മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇഷ്ടംപോലെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ 1 വർഷമേ ഉള്ളൂ. 1 വർഷത്തിൻ്റെ ബാക്കിയുള്ളതും എല്ലാം അകത്താക്കും. അയാൾ നല്ല ഭരണമാണ് കാഴ്ചവെച്ചത്, അതുകൊണ്ടായിരിക്കും. ചേട്ടാ, ഇപ്പോൾ ഒരു പാർട്ടിയിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ പാർട്ടിയിൽ എല്ലാവർക്കും അത് ഒരുപോലെ ആയിരിക്കില്ലേ? പക്ഷെ എന്തുകൊണ്ടായിരിക്കും അറിയത്തില്ല. ചേട്ടാ, ഇവര് തന്നെ മൂന്നാമത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതെ. എന്തുകൊണ്ടാ അവര് തന്നെ വീണ്ടും വരണമെന്ന്? അത് നമ്മുടെ നാടിന് വികസനം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് വികസനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. എനിക്ക് ഇനി അയാൾ നിൽക്കൂലല്ലോ, നിൽക്കാനുള്ള ഇത് വോയിസില്ലല്ലോ. പക്ഷെ പുള്ളിക്കാരനെ മുൻനിർത്തിയാണല്ലോ അടുത്തൊരു ഇലക്ഷൻ ഒരുങ്ങുന്നത്. അതിനർത്ഥം പുള്ളി മത്സരിക്കുന്നു എന്ന് തന്നെയാണ്. ഇല്ല, പുള്ളിക്ക് അങ്ങനെ ചാൻസ് കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. നമ്മുടെ ഇത് കണക്കനുസരിച്ച് ഇനി ആ പുള്ളിക്ക് ബാക്കിയുള്ളവർ കൊടുക്കും പോലെ തന്നെ ആ പുള്ളിയും അത് നിയന്ത്രിച്ച് പോകുന്നതെന്നാണ് ചേട്ടന്റെ അഭിപ്രായം. അത് തന്നെയാണോ? പുള്ളി മാറി നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കണമെന്ന് തന്നെയാണോ? വേറെ അതിലുള്ള നേതാക്കന്മാരെ കാണാനില്ല, അതാണ് പ്രശ്നം. അതാണ് കാര്യം. മുന്നിട്ടൊരു നിൽക്കുക ഇതേപോലെ ഒരു നേതാവ് അതിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ അറിവ്.
ചേട്ടൻ ഇവരുടെ തുടർഭരണം തന്നെയാണോ ചേട്ടൻ ആഗ്രഹിക്കുന്നത്? അത് ജനങ്ങളാ തീരുമാനിക്കും. ചേട്ടന്റെ അഭിപ്രായത്തിൽ എന്ത് തോന്നുന്നു ഈ ഭരണത്തെ ജനങ്ങൾ അത് പറ്റി? അഭിപ്രായം നിൽക്കാൻ പറ്റൂല. എൻ്റെ അഭിപ്രായം പറയണമെങ്കിൽ ഇനി അടുത്ത ഭരണം ആര് വരും? BJP ആണോ കോൺഗ്രസ് ആണോ? കോൺഗ്രസ് ആണോ? കോൺഗ്രസ് ആണോ? LDF ആണോ? UDF ആണോ? LDF ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം.